ഇന്ന് നൈനൂസ് വ്ലോഗ്സിലൂടെ കറണ്ട് ബില്ല് വീട്ടിലിരുന്ന് അടയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കറണ്ട് ബില്ല് അടയ്ക്കുന്ന ലളിതമായ 2 മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ നാം നോക്കുന്നത്. ഒന്ന് KSEB മൊബൈൽ ആപ്ലിക്കേഷൻ വഴി, 2 ഗൂഗിൾ പേ വഴി. ആദ്യമായി KSEB മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ബില്ല് അടയ്ക്കുന്നതെന്ന് നോക്കാം. KSEB മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ സൈൻ അപ്പ് ഓപ്ഷൻ കാണാൻ സാധിക്കും. കൺസ്യൂമർ നമ്പറും ബിൽ നമ്പറിന്റെ അവസാനത്തെ 5 അക്ക നമ്പറും നൽകിയാൽ ലോഗിൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യാതെ തന്നെ ക്വിക്ക് പേ ഓപ്ഷൻ വഴിയും നമുക്ക് ബില്ലടയ്ക്കാം. ഈ ഓപ്ഷനിൽ മൊബൈൽ നമ്പറും കൺസ്യൂമർ നമ്പറും നൽകിയാൽ സൈൻ ഇൻ ചെയ്യാതെ തന്നെ ബില്ലടയ്ക്കാനാകും. ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ സർവീസസിൽ നമ്മുടെ ബില്ല് കാണാൻ സാധിക്കും. ബില്ല് സെലക്ട് ചെയ്താൽ പേയ്മെന്റ് ഓപ്ഷൻ ലഭ്യമാകും. ഈ ആപ്ലിക്കേഷനിൽ നെറ്റ് ബാങ്ക് വഴിയും ക്രെഡിറ്റ് കാർഡ് വഴിയും ഡെബിറ്റ് കാർഡ് വഴിയും പേയ്മെന്റ് നടത്താം. ഡെബിറ്റ് കാർഡ് വഴി പേയ്മെന്റ് നടത്താൻ നമ്മുടെ കയ്യിലുള്ള ATM കാർഡിന്റെ നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ എന്നിവ നൽകിയാൽ മതിയാകും. CVV നമ്പർ എന്നാൽ ATM കാർഡിന്റെ പിറകിലായി കാണുന്ന 3 അക്ക നമ്പറാണ്. തുടർന്ന് പേ ഓപ്ഷൻ നൽകി മൊബൈലിൽ ലഭിക്കുന്ന OTP വഴി പേയ്മെന്റ് പൂർത്തിയാക്കാം. ഇനി നമുക്ക് ഗൂഗിൾ പേ വഴി എങ്ങനെയാണ് കറണ്ട് ബില്ല് പേ ചെയ്യുന്നതെന്ന് നോക്കാം. ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ പേ ബിൽ ഓപ്ഷൻ വഴി ബിൽ അടയ്ക്കാനാകും. ഇലക്ട്രിസിറ്റി ബില്ലിൽ KSEB സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ലിങ്ക് അക്കൗണ്ടിൽ കൺസ്യൂമർ നമ്പർ നൽകി പേയ്മെന്റ് പൂർത്തിയാക്കാം. ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗം സംബന്ധിച്ച സംശയങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. KSEBയെ ജനകീയമാക്കുന്നതിന് ഏറെ സഹായകമായ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. മറ്റൊരു അറിവുമായി വീണ്ടും കാണാം.